വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഏതാ ലഭിച്ചിരിക്കുന്നത്? 3 2 1. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച ജീവനുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം വേദി പങ്കിടുന്നത് ടീം തച്ചമ്പാറ, ടീം പാലക്കാട് ടൗൺ ആൻഡ് ടീം മംഗലം ടൗൺ. ആകർഷകമായ ചോദ്യങ്ങൾക്കായി ഈ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് സ്വാഗതം ചെയ്യാം റെവറൻഡ് ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. ദൈവത്തിൻ്റെ മുഖം ദർശിക്കുകയാണ് ഈ പെനുവേൽ മത്സരത്തിലൂടെ. നാം ആരംഭിക്കുകയാണ്. 3 ടീമുകളാണ് നമ്മുടെ അടുത്തുള്ളത്. ടീം മംഗലം ഡാം, ടീം പാലക്കാട് ടൗൺ, ടീം തച്ചമ്പാറ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ 3 ടീമുകളിൽ നിന്നും ഒരു ടീമാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഇനി പ്രവേശിക്കാനിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ 2 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നെങ്കിൽ ഇനി നിങ്ങളിൽ ഒരാളായാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ഒരല്പം സമ്മർദ്ദത്തിലാഴ്ത്തും എന്നെനിക്കറിയാം. വാശിയേറിയ മത്സരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. 5 റൗണ്ടുകളിലൂടെയാണ് ഈ മത്സരം പൂർത്തിയാകാനിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ട് നിങ്ങൾക്ക് മുൻപേ പരിചയമുള്ള സ്റ്റോർ ഹൗസ് റൗണ്ടാണ്. ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചോദ്യം ഒരു ടീമിന് നേരിട്ട് ലഭിക്കും. അവർ ഉത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകൾ തങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തും. ചോദ്യം ലഭിച്ച ടീമിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ അവർക്ക് 30 പോയിന്റും ഉത്തരം കൃത്യമായി എഴുതുന്ന മറ്റ് 2 ടീമുകൾക്ക് 20 പോയിന്റുകൾ ലഭിക്കും. അതായത് ഓരോ ചോദ്യത്തിനും മുഴുവൻ പോയിന്റ് ലഭിക്കാനുള്ള 3 ടീമുകൾക്കും പോയിന്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ റൗണ്ട് തുറന്നിരുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം മംഗലം ഡാമിനുള്ളതാണ്. മംഗലം ഡാം, നിങ്ങൾ നന്നായി പഠിച്ചൊരുങ്ങിയിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് അച്ഛാ. നന്നായി പഠിച്ചോ? പറ്റുന്നത്ര പഠിച്ചിട്ടുണ്ട്. ആണോ? നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ചെറിയാനച്ഛൻ നിങ്ങളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. നന്നായി പഠിച്ചൊരുങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നതെന്ന് വല്ല പിടിയുണ്ടോ? എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ്. ചോദ്യങ്ങൾ ഏതായിരുന്നാലും ഈശോ പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതുവഴി എന്തുകൂടി ലഭിക്കുമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അഥവാ അതുവഴി എന്ത് സംഭവിക്കുമെന്നാണ്. എഴുതി. മംഗല, എന്താണ് നിങ്ങളുടെ ഉത്തരം? അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നാണ് നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കുന്നത്. പാലക്കാട് ടൗൺ, അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. തച്ചമ്പാറ, അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മംഗലം ഡാം നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കുന്നു. പാലക്കാട് ടൗണിന് 20, തച്ചമ്പാറയ്ക്ക് 20.
അഭിനന്ദനങ്ങൾ. പാലക്കാട് ടൗൺ സ്കോർ ബോർഡ് തുറന്നിരിക്കുകയാണ് അല്ലേ? 20 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കാത്ത ചോദ്യത്തിന് തന്നെ കയ്യിലുണ്ട് ഇപ്പോൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സത്യത്തിൽ നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈശോയും അതുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ അവിടുത്തെ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്തുകൊണ്ടാണ് ഈശോ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? സമയം കടന്നു പോവുകയാണ്. ക്യാപിയർപ്പൻ, പാലക്കാട് ടൗൺ എന്താണ്? അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഭൂമിയിൽ അവിടുത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയാണോ? അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. ഉത്തരം ശരിയാണ്. എന്താണ് തച്ചമ്പാറയുടെ ഉത്തരം? എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി പൂർത്തിയാക്കിക്കൊണ്ട്. മംഗൾഡാം, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി. പാലക്കാട് ടൗൺ എന്താണ് ആ ജോലി? ഭൂമിയിൽ വചനം പ്രഘോഷിക്കാനും രക്ഷാകര ദൗത്യം, പവിത്രാണ കർമ്മമാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ദൈവജനത്തിന് മനുഷ്യാവതാരത്തിലൂടെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന, കുരിശിൽ തന്നെ ആത്മബലിയായി അർപ്പിക്കുന്ന ആ ദൗത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ടീം പാലക്കാട് ടൗണിന്റെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 30 പോയിന്റ്, തച്ചമ്പാറയ്ക്ക് 20, മംഗൾഡാമിന് 20. അഭിനന്ദനം. തച്ചമ്പാറ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പഠിച്ചിട്ടുണ്ട്. നന്നായി പഠിച്ചിട്ടുണ്ട്. തച്ചമ്പാറക്കാരിങ്ങനെ ഒരുമിച്ചിരുന്ന സംഘമായിരുന്നൊക്കെയാണോ പഠിച്ചത്? മുഴുവൻ ദിവസം കൂടിയില്ല, 2 ദിവസമൊക്കെ കൂടിയുള്ളൂ. ബാക്കി തന്നെ പഠിച്ചത്. അങ്ങനെ തന്നെ ഇരുന്നും പഠിച്ചു അല്ലേ? ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ അപ്പസ്തോലന്മാരെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ അപ്പസ്തോലന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഈശോ പ്രാർത്ഥിക്കുന്നത്. പകരം എന്താണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്? എന്താണ് അവിടുത്തെ പ്രാർത്ഥന? തച്ചമ്പാറ, ഉത്തരം പറയാല്ലേ? ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആരാണ് ഈ ദുഷ്ടൻ? പിശാച്. ആണോ? ശരിയാണ്, പിശാചാണ് ഈ ദുഷ്ടൻ. അല്ലാണ്ട് നാട്ടിലുള്ള ദുഷ്ടന്മാരെ എല്ലാം അല്ല ഉദ്ദേശിക്കുന്നത്. ദുഷ്ടൻ എന്നത് പിശാചിന്റെ സ്വഭാവത്തിന്റെ പേരും കൂടിയാണ്. ടീം തച്ചമ്പാറയുടെ ഉത്തരം ശരിയാണ്. എന്താണ് മംഗൾഡാമിന്റെ ഉത്തരം? ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ്. പാലക്കാട് ടൗൺ ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്ന്. നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണ്. തച്ചമ്പാറയ്ക്ക് 30 പോയിന്റ്, 2 ടീമുകൾക്കും 20 പോയിന്റ് വീതം. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ പോയിന്റ് നില എന്താണെന്ന് നമുക്കറിയാം. നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. എങ്കിൽ പോലും നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. റോസലിൻ, ഹിമ. സ്റ്റോർ ഹൗസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ 3 ടീമുകളും 70 പോയിന്റുകളാണ് തങ്ങളുടെ സ്കോർ ബോക്സിൽ ശേഖരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബസർ ചെയ്ത് ഉത്തരം പറയാനുള്ള അവകാശം സ്വന്തമാക്കാം. പക്ഷേ ബസർ ചെയ്തിട്ട് ഉത്തരം തെറ്റിയാൽ 10 പോയിന്റ് ക്വിസ് മാസ്റ്റർ തിരിച്ചെടുക്കും. പക്ഷെ നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഈ റൗണ്ടിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പോലും ഒരു ടീമിന് തന്നെ നേടാനുള്ള സാധ്യത പോലുമുണ്ട്. അതായത് കൂടുതൽ കൃത്യതയോടെ പഠിച്ചവർക്ക്, കൂടുതൽ വ്യക്തതയോടെ ഉത്തരമറിയാവുന്നവർക്ക് ഈ റൗണ്ട് ഒരു വലിയ സഹായമാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം 1. കയ്യാഫാസിനെ കുറിച്ചുള്ള യോഹന്നാൻ സ്ലീഹായുടെ ഒരു പരാമർശമുണ്ട്. ഒരു പ്രത്യേക തത്വം യഹൂദരെ ഉപദേശിച്ചത് കയ്യാഫാസ് ആണ് എന്നാണ്. തച്ചമ്പാറ, ഉത്തരം അറിയാലേ? പറഞ്ഞു.
മനുഷ്യർക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്നാണ് കയ്യാഫാസ് പഠിപ്പിച്ചിരുന്നത്. മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവർ ഒരാൾ കൊല്ലപ്പെടുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഒരു കൃത്യതയ്ക്ക് വേണ്ടി ഒന്നും വേണമെങ്കിൽ ശരിയാക്കാതെ. മനുഷ്യർക്ക് വേണ്ടിയെന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി എന്നാണ്. ജനത്തിന് വേണ്ടി. മനുഷ്യർ എന്ന് പറയുമ്പം ഏതാണ്ട് അർത്ഥം വരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പോയിന്റ് തരാമെന്ന് വിചാരിക്കുന്നത്. ജനത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് ഉചിതമാണ് എന്നതായിരുന്നു കയ്യാഫാസിൻ്റെ ഉപദേശം. നിങ്ങളതിലൊരു കാര്യം ശ്രദ്ധിച്ചോ? ആ ഉപദേശം നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളൊരു ഉപദേശമാണോ? അല്ല. അല്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈശോ ഏത് വിധേനയും കൊല്ലാം, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കയ്യാഫാസ് ആരാണ്? പ്രധാന പുരോഹിതൻ. അവരുടെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രധാന പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം പ്രധാന പുരോഹിതൻ്റെ സ്ഥാനമാണ്. അദ്ദേഹം വ്യക്തിപരമായി അല്പം തിന്മ നിറഞ്ഞൊരു വ്യക്തിയായി മാറിയെങ്കിലും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം അത് പ്രധാന പുരോഹിതൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ അദ്ദേഹം പോലും അറിയാതെ ദൈവഹിതമായി മാറുകയാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? ജനത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. അതായത് ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി ഒരുവൻ, അതായത് മിശിഹ ഈശോ കുരിശിൽ മരിക്കുന്നത് നല്ലതാണ് എന്ന ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ് ഈ കയ്യാഫാസ് പറയുന്നത്. പക്ഷേ അത് പറയുന്ന കയ്യാഫാസിൻ്റെ ഉദ്ദേശം ശുദ്ധമല്ല എന്ന് മാത്രമേ ഉള്ളൂ. കയ്യാഫാസ് പോലും അറിയാതെ പറഞ്ഞു പോകുന്നത്, തൻ്റെ ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നത് ദൈവഹിതം തന്നെയാണ്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഫലമേൽപ്പിക്കുന്ന അധികാര ശുശ്രൂഷകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. കയ്യാഫാസിൻ്റെ ഭാഗത്ത് തെറ്റാണ് എങ്കിൽ പോലും. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഈശോയുടെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു. മേലങ്കി കീറണ്ട, അത് നറുക്കിട്ട് ആരുടേതായിരിക്കണമെന്ന് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. സത്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു വചനം പ്രവചനമായി പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. തച്ചമ്പാറ ചോദ്യം പൂർത്തീകരിക്കാൻ എന്നെ അനുവദിച്ചില്ല. നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ നിങ്ങളുടെ കൂടെയുണ്ട്. അച്ഛൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്? നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി, ബാക്കി ദൈവം തരും എന്ന് പറഞ്ഞു. സൂക്ഷിച്ച് പ്രസ് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു? നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്തോളാൻ പറഞ്ഞു. തോന്നുന്ന പോലെ ചെയ്തോളാനാണ്. ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്തോളാനാണ് പറഞ്ഞത്. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്, ഞാൻ പോയിന്റ് തരും. പക്ഷെ ഉത്തരം മാത്രമേ പറയാവൂ. അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, കുറയാനും പാടില്ല. മേലങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് നിറവേറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതാണ് നിങ്ങളുടെ ഉത്തരം. ഞാൻ ചോദ്യം പൂർത്തീകരിക്കും. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഈശോയുടെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു. മേലങ്കി കീറണ്ട, അത് നറുക്കിട്ട് ആരുടേതായിരിക്കണമെന്ന് തീരുമാനിക്കാമെന്നവർ പരസ്പരം പറഞ്ഞു. സത്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു വചനം പ്രവചനമായി പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന സങ്കീർത്തനം എത്രാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. അല്പം ധൃതി കൊണ്ട് നിങ്ങൾക്ക് ആ ഉത്തരം നഷ്ടപ്പെടുകയാണ്. ഞാൻ ചോദ്യം പാസ് ചെയ്യുകയാണ്. ടീമംഗൽ ഡാം. അധ്യായം 19. അധ്യായം 19 എന്നാണ് നിങ്ങളുടെ ഉത്തരം. അത് തെറ്റാണ്. ടീം പാലക്കാട്ടോ. 62-ാം സങ്കീർത്തനം. 62 എന്ന ഉത്തരവും തെറ്റാണ്. നിങ്ങൾക്കൊരല്പം ആശ്വാസമുണ്ട്. വേറൊരു ടീമിനും ഈ പോയിന്റ് കിട്ടിയില്ല. ആർക്കെങ്കിലും പറയാമോ? ഇല്ലെങ്കിൽ ക്വിസ് മാസ്റ്റർ തന്നെ പറയാം. അത് 22-ാമത്തെ അധ്യായത്തിലാണ്, 18-ാം തിരുവചനം. 22-ാമത്തെ അധ്യായം, സങ്കീർത്തനം 22-ാം അധ്യായം 18-ാം തിരുവചനത്തിലാണ് അത്. ഒരല്പം കാത്തിരുന്നാലും പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ 10 പോയിന്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാമായിരുന്നു. ഞാനത് ഓർത്തിരിക്കുന്നുണ്ട്. 10 പോയിന്റ് തരും. തുടക്കത്തിൽ തന്നെ 10 പോയിന്റ് നഷ്ടപ്പെടുത്തിയതിന് ബഹുമാനപ്പെട്ട ബിജു പ്ലാത്തോട്ടത്തിൽ അച്ഛൻ നിങ്ങളെ ഓടിക്കൂ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തോരം വെള്ളം നഷ്ടപ്പെടുത്തിക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ക്ഷമയുള്ള അച്ഛനാണ്. അച്ഛൻ ക്ഷമയുള്ള അച്ഛനാണ് എന്ന് പറയുന്ന അച്ഛൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ പൗലോസ് തനിക്ക് ലഭിച്ച കൃപാവരത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും
അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും എന്തിലൂടെയാണ് ആരാണ് ടീം മംഗളം ഡാം. ടീം മംഗൾ ഡാം. അങ്ങനെ തച്ചമ്പാറ മാത്രം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പ്രസിദ്ധ പോരല്ലോ അല്ലേ? ഞങ്ങൾക്കും റിസർച്ച് ചെയ്യാൻ അറിയാം. ഉത്തരം അറിയാമോ? അറിയാം. സഭയിലൂടെ. സഭയിലൂടെ എന്നാണ് നിങ്ങളുടെ ഉത്തരം. ഞാൻ ചോദ്യം പൂർത്തിയാക്കിയില്ലായിരുന്നു. പൂർത്തിയാക്കാം അല്ലേ? ചോദ്യം ഇതാണ്. വിശുദ്ധ പൗലോസ് തനിക്ക് ലഭിച്ച കൃപാവരത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും എന്തിലൂടെയാണ് ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചത് എന്നതായിരുന്നു ചോദ്യം. ടീം മംഗൾ ഡാമിൻ്റെ ഉത്തരം തിരുസഭയിലൂടെ എന്നായിരുന്നു. ആ ഉത്തരം ശരിയാണ്. നിങ്ങൾ നേടുകയാണ് 30 പോയിന്റുകൾ. മംഗൾ ഡാം, ഞാൻ ചോദ്യം പൂർത്തീകരിച്ചില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞത്? അതിലെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ പഠിച്ചായിരുന്നു. ഓഹോ, എന്തിലൂടെ എന്ന് പഠിച്ചായിരുന്നു. പിന്നെ ക്വിസ് മാസ്റ്റർ വെക്കാത്തിടത്തുനിന്ന് എടുക്കുന്നവനും ആയതുകൊണ്ട് ഞങ്ങൾ ഏത് വിധത്തിൽ ചോദിച്ചാലും ഉത്തരം പറയാം ആ ഭാഗം നന്നായി എന്ന് തീരുമാനിച്ചായിരുന്നു. അങ്ങനെയാണ്. കൊള്ളാം. നമുക്ക് ഈ റൗണ്ടിൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. എല്ലാ കാര്യങ്ങൾക്കുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കണമെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കണമെന്നും വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. എന്തിനെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം പാലക്കാട് ടൗൺ. ആരാണ്? പാലക്കാട് ടൗൺ. പാലക്കാട് ടൗൺ ആണ് ആദ്യം പ്രസ് ചെയ്തത് അല്ലേ? പറയൂ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കണമെന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾ സ്വന്തമാക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യങ്ങളോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ കണ്ട സ്ഥിതിയിലായി ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ. നമുക്ക് അന്വേഷിക്കാം ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. സ്കോർ ബോർഡ് പ്ലീസ്. ബുദ്ധിയും തീരുമാനങ്ങളും അതിവേഗം പ്രവർത്തിച്ചപ്പോൾ ഇവർ നേടിയെടുത്തത് ടീം മംഗളം ഡാം 100 പോയിന്റുകൾ, ടീം പാലക്കാട് ടൗൺ 100 പോയിന്റുകൾ, ടീം തച്ചമ്പാറ 90 പോയിന്റുകൾ. ചോദ്യം ചിത്രമാണ്, അത് തിരിച്ചറിയലാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്കതിന് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് 30 പോയിന്റാണ്. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ ആ ചോദ്യം പാസ് ചെയ്യും. ലഭിക്കുന്നത് 20 പോയിന്റ് ആയിരിക്കും. വ്യക്തമാണ് അല്ലേ? ആരംഭിക്കാം. പാലക്കാട് ടൗൺ റെഡിയാണല്ലോ അല്ലേ? സ്ക്രീനെ കാണാലോ? കാണാം. ഓക്കെ, വിഷ്വൽ. ഉക്രൈനിലെ കീവിനടുത്തുള്ള 9 മക്കളടങ്ങുന്ന ഒരു കുടുംബം താമസിക്കുന്ന വീടിൻ്റെ അടുക്കളയിൽ റഷ്യൻ മിസൈൽ സീലിംഗ് തുളച്ചു കയറി പതിച്ചിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. 2022 മാർച്ച് 30 ഡെസ്മയോസ് മീഡിയ പ്രസിദ്ധീകരിച്ചതാണ് ഉക്രൈനിലെ റഷ്യൻ ആക്രമണത്തിൻ്റെ തീവ്രത കാണിക്കുന്ന ഈ ചിത്രം. മിസൈൽ സീലിംഗ് തുളച്ചു കയറി പതിച്ചെങ്കിലും അത് പൊട്ടിത്തെറിക്കാതെ 9 മക്കളടങ്ങുന്ന ആ കുടുംബം രക്ഷപ്പെട്ടതായും ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിച്ചതായും ഈ മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മിസൈൽ പതിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഉത്തരം ശരിയാണ്. അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിച്ചു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾ സ്വന്തമാക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം തച്ചമ്പാറ, നിങ്ങളുടെ ചോദ്യമാണ്. റെഡിയാണല്ലോ അല്ലേ? കാണാലോ? വിഷ്വൽ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മെത്രാപ്പൊലീത്ത, മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി, മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുകയും തൻ്റെ ആത്യന്തിക ലക്ഷ്യം സുവിശേഷ പ്രഘോഷണമാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത പിതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ മലങ്കര കത്തോലിക്ക സഭയിൽ അംഗങ്ങളായി. ദേവദാസൻ പദവിയിലുള്ള ഈ മെത്രാപ്പൊലീത്ത ആരാണ്? മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത. ഉത്തരം ശരിയാണത്. ഇവാനിയോസ് മെത്രാപ്പൊലീത്തയാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം തച്ചമ്പാറ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. മംഗൾഡാം, 2 ടീമും അവരുടെ ഉത്തരം ശരിയാക്കി. നിങ്ങൾക്കൊരല്പം
ടെൻഷൻ ഉണ്ടാവേണ്ടതാണ് അല്ലേ? വിഷ്വൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു റൗണ്ടാണ് അല്ലേ? ആണോ? ആണ്. എങ്കിൽ വിഷ്വൽ നോക്കാം. ഗവൺമെന്റിന്റെ പുറത്താക്കൽ നടപടികൾ മൂലം തങ്ങൾ നടത്തി വന്നിരുന്ന അഗതി മന്ദിരങ്ങൾ അടച്ചുപൂട്ടി കാൽനടയായി അയൽ രാജ്യത്തേക്ക് പലായനം ചെയ്യുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിലെ അംഗങ്ങളെയാണ് ചിത്രത്തിൽ കാണുന്നത്. സ്വേച്ഛാധിപത്യ സർക്കാരിൻ്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും കത്തോലിക്ക സഭ എതിർക്കുന്നതാണ് ഇവരുടെ പലായനത്തിലേക്ക് നയിച്ചത്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന കുറ്റം ചുമത്തിയാണ് ഭരണകൂടം ഇവരോട് രാജ്യം വിട്ടുപോകാൻ പറഞ്ഞത്. ഇന്ത്യയിൽ നിന്നുള്ള 7 കന്യാസ്ത്രീകളും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട്. സഭാവിരുദ്ധതയും മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്ന ഈ സന്യാസിമാർ ഉപേക്ഷിച്ചു പോകുന്ന പലായനം ചെയ്യുന്ന രാജ്യമേതാണ്? നിക്കരാഗ്വേ. ഉത്തരം ശരിയാണ്. ആ രാജ്യം നിക്കരാഗ്വയാണ്. ടീം മംഗലം നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ 3 ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുകയായതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ ബാക്കി നിങ്ങൾക്കുള്ളതാണ്. ഇനി ചിത്രം തിരിച്ചറിയേണ്ടതും ഉത്തരം പറയേണ്ടതും നിങ്ങളാണ്. ആദ്യ അവസരം ടീം തച്ചമ്പാറയുടേതാണ്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? കാണാം അല്ലേ? ചോദ്യത്തിലേക്ക് പോകാം. വിഷയം എന്താണ് ഈ ചിത്രത്തിൽ കാണുന്ന സംഭവം? പറഞ്ഞോളൂ. ഈശോയെ പിടിച്ചോണ്ട് പോയ പത്രോസ് തീ കായാൻ വേണ്ടി പോയിരിക്കുന്ന ഭാഗമാണ്. അതാണ് കേട്ടത്. ഉത്തരം ശരിയാണ്. ഈശോയെ വിചാരണയ്ക്കായി കൊണ്ടുപോയപ്പോൾ പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഈശോയില് ശിക്ഷനല്ലേ ഈശോയുടെ ശിഷ്യനല്ലേ എന്നൊക്കെ ചോദിക്കുന്നപ്പോൾ പത്രോസ് സ്ലീഹ ഈശോയെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്നു. അതാണ് സംഭവം. ഉത്തരം ശരിയാണ് തച്ചമ്പാറ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പാലക്കാട് ടൗൺ നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ? നന്നായി കണ്ടുകൂടെ? ചോദ്യത്തിലേക്ക് പോകാം. വിഷ്വൽ എന്താണ് ഈ ദൃശ്യത്തിൽ? സമാനമായ പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ ഈ ദൃശ്യത്തിൽ എന്താണ് കൃത്യമായി കാണുന്നത് എന്ന് പറയാം. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പടയാളി അവന്റെ വിലാപ്പുറത്ത് കുത്തിയിട്ട് ഉടനെ തന്നെ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മംഗലം ഡാം 2 ടീമുകളും ഉത്തരം ശരിയാക്കിയപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാവും അല്ലേ? റെഡിയാണോ ചോദ്യത്തിലേക്ക് പോകാൻ? ചോദ്യം എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ശിമയോൻ പത്രോസ് പ്രധാന പുരോഹിതന്റെ ഭൃത്യന്റെ ചെവി ഛേദിക്കുന്നത്. വാളൂരി ചെവി ഛേദിക്കുന്നത്. ശിമയോൻ പത്രോസ് ചെവി ഛേദിക്കുന്നതാണ് ചിത്രം. ഉത്തരം ശരിയാണ്. ചിമ്മംഗലം ഡാം നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പാലക്കാട് രൂപതയിലെ അമ്മമാർ ഒത്തിരി പ്രശംസിക്കപ്പെടുന്നുണ്ട് ഈ നാളുകളിൽ. കാരണം നിങ്ങൾ എല്ലാ ഉത്തരവും പറയുന്നതായി കാണുന്നു. ഇവരിത് എവിടുന്ന് പഠിച്ചിട്ട് വരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ഞങ്ങളോടും ചോദിക്കാറുണ്ട്. പാലക്കാട് രൂപതയിലെ കുടുംബങ്ങൾക്ക്, അമ്മമാർക്ക് അതൊരു അഭിമാനകരമായ കാര്യമാണ്. നിങ്ങൾ നന്നായി ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. ഈ റൗണ്ടിൽ നിങ്ങൾ എല്ലാവരും പോയിന്റ് നേടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. എന്താണ് സ്കോർ ബോർഡ്? നിറമാർന്ന കാഴ്ചകൾ, കൃത്യതയാർന്ന ഉത്തരങ്ങളായപ്പോൾ ടീം മംഗലം ഡാം നേടിയിരിക്കുന്നു 160 പോയിന്റുകൾ. ടീം പാലക്കാട് ടൗൺ നേടിയിരിക്കുന്നു 160 പോയിന്റുകൾ. ടീം തച്ചമ്പാറ നേടിയിരിക്കുന്നു 150 പോയിന്റുകൾ. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ പഠിച്ച വചനഭാഗങ്ങൾ എവിടെയാണുള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് കൂടിയാണ് ഞാനിപ്പോൾ പരിശോധിക്കുന്നത്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പദങ്ങളുടെ പോലും സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുന്ന ചിരപരിചിതത്വം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഈ റൗണ്ട് പരിശോധിക്കുന്നത്. ഞാനൊരു വചനത്തിൻ്റെ ഭാഗം നിങ്ങളോട് പറയും. ഞാൻ ചോദ്യം ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കാം. തുറന്ന് ആ വചനഭാഗം എവിടെയാണെന്ന് കണ്ടെത്തി അതിൽ വിരൽ വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മുൻപുള്ള വചനം മുതൽ നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാം. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്.
ഇനി 20 സെക്കൻഡ് കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ക്വിസ് മാസ്റ്റർ 10 പോയിന്റ് സമ്മാനം കൂടി നിങ്ങൾക്ക് തരും. റെഡിയാണോ? തച്ചൻ പറ, ചോദിക്കട്ടെ. റെഡിയാണ്. ചോദ്യം ഇതാണ്: പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അതിന്റെ തൊട്ട് മുൻപുള്ള ഭാഗം തൊട്ടൊന്ന് വായിച്ച ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ശ്രദ്ധിക്കണം. വിശുദ്ധ പത്രോസ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നാളെ പരിശുദ്ധ സഭയിലും സഭ വളരുമ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിലും വിനാശകരമായ അബദ്ധ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ടാകും, സെക്റ്റുകളുണ്ടാകും, വിഘടിത ഗ്രൂപ്പുകളുണ്ടാകും. അത്തരം സമൂഹങ്ങൾ തെറ്റായ പ്രബോധനങ്ങൾ കൊടുക്കാൻ ഇടയുണ്ട്. എന്നിട്ട് തുറന്നു വായിക്കൂ. രഹസ്യത്തിൽ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. സൂക്ഷിക്കണമെന്നാണ് ആദ്യത്തെ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു പാഠമാണത്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനം. അടുത്ത ചോദ്യം ടീം മംഗലം ഡാമിൻ്റെതാണ്. റെഡിയാണോ? മംഗലം ഡാം. അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഉത്തരം ശരിയാണ് ടീം മംഗലം ഡാം. ഉത്തരം ശരിയാണെന്ന് മാത്രമല്ല, നിങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് കണ്ടെത്തുകയും ചെയ്തു. അഭിനന്ദനങ്ങൾ. നിങ്ങൾ സ്വീകരിക്കുന്നു 40 പോയിന്റുകൾ. പാലക്കാട് ടൗൺ, ഇത് നിങ്ങളുടെ അവസരമാണ്. മറ്റ് 2 ടീമുകളും ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞു. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഉത്തരം ശരിയാണ് പാലക്കാട് ടൗൺ. ഉത്തരം ശരിയാണെന്ന് മാത്രമല്ല, നിങ്ങൾ സമയത്തിനും മുൻപേ അത് കണ്ടുപിടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് സമ്മാനത്തോടുകൂടെ 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ 2ാം ഘട്ടത്തിലെ നിധി കണ്ടെത്തൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വചനത്തിൻ്റെ ഭാഗം, ഒരു വചനം, അത് ഭാഗങ്ങളാക്കി മുറിച്ച് നിങ്ങളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അത് തുറന്നു നോക്കി അത് കൂട്ടിച്ചേർത്താൽ ഏതു വചനമാണ് പൂർത്തീകരിക്കാൻ കഴിയുന്നത് എന്ന് കണ്ടെത്തി അത് ഈ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ അത് വായിച്ച് കേൾപ്പിക്കണം. സമയം തീരുന്നതിന് മുൻപ് വായിച്ച് തുടങ്ങേണ്ടതുണ്ട്. 1.5 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുക. 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങളത് പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് 30 പോയിന്റുകൾ ലഭിക്കും. ഇനി 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ വചനം പൂർത്തീകരിച്ച് ഡിസ്പ്ലേ ചെയ്ത് വായിക്കാൻ പറ്റിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സമ്മാനവും ചേർത്ത് 40 പോയിന്റാണ്. വ്യക്തമാണോ? ആരംഭിക്കാം. ആദ്യ അവസരം ടീം പാലക്കാട് ടൗണിൻ്റെതാണ്. ടൗൺ റെഡിയാണോ? വരൂ. റെഡിയാണോ? റെഡിയാണല്ലോ അല്ലേ? 1, 2, 3 സ്റ്റാർട്ട്.
അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയാണ് പാലക്കാട് ടൗൺ. നിങ്ങൾ സമയത്തിന് മുൻപേ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ആശ്വാസമായി ഇരിക്കാം. മംഗൾഡാം വരൂ. നിങ്ങളുടെ ഇടയിലെ 1 2 3 സ്റ്റാർട്ട്. ശിരസായ ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടതുകൊണ്ട് എല്ലാവിധത്തിലും സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് വളരേണ്ടിയിരിക്കുന്നു. ടീം മംഗൾഡാം, നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടായിരുന്നു. അല്പം കൂടെ ശ്രദ്ധിക്കാമായിരുന്നു. വളരെ ചെറിയൊരു വചനഭാഗവുമായിരുന്നു അല്ലേ? ശരിയല്ലേ? സാരമില്ല, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരാം. 10 സെക്കൻഡ് സമയം. ശ്രദ്ധിക്കണം, 10 സെക്കൻഡ് സമയം. ആ 10 സെക്കൻഡിനുള്ളിൽ ശ്രദ്ധിക്കണം, ഇവിടെ നോക്കണം. നിങ്ങൾ അവിടെ നോക്കി നിൽക്കുകയായതുകൊണ്ട് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയാണ്. സാരമില്ല, ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. ആ വചനം ശരിയായി പൂർത്തീകരിക്കേണ്ടത് ഇങ്ങനെയാണ്: സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. ഒരു ചാക്രലേഖനത്തിൻ്റെ പേര് കൂടിയാണ് അത്. സാരമില്ല. അടുത്ത അവസരം തച്ചമ്പാറയുടേതാണ്. തച്ചമ്പാറ വരൂ. റെഡിയാണോ? 1 2 3 സ്റ്റാർട്ട്. പ്രകാശത്തിന്റെ ഫലം നീതിയിലും നന്മയിലും സകല സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രകാശത്തിന്റെ ഫലം നീതിയിലും നന്മയിലും സകല സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നല്ല. ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചാൽ. ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരാം. എന്നെ മാത്രം നോക്കാം, ഇവിടെ മാത്രം. 10 സെക്കൻഡ് സമയം തന്നാൽ ഓക്കെ. അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് എനിക്ക് ഈ അവസരം തരാൻ നിർവാഹമില്ല. ഇരിപ്പിടത്തിലേക്ക് പോകാം. സാർ, എങ്ങനെയായിരുന്നു ആ വചനം? അതിങ്ങനെയാണ്: പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ സകല എന്നുള്ള വിശേഷണം സത്യത്തിന് മാത്രമല്ല ഉള്ളത്, ഇതിന് 3-നുമാണ്. ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് തരാൻ കഴിഞ്ഞാൽ. ഇവിടെ അതിന് നിർവാഹമില്ല. സാരമില്ല ടീം തച്ചമ്പാറ, സാരമില്ല. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ റൗണ്ട് പൂർണ്ണമാകുന്നു എന്ന് മാത്രമല്ല, ഈ മത്സരത്തിൻ്റെ തന്നെ ക്ലൈമാക്സ് സ്വഭാവമുള്ള അവസാന റൗണ്ടിലേക്ക് നാം പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അതിനു മുൻപ് സ്കോർ ബോർഡ് എന്താണെന്ന് നോക്കാം. റോസലിൻ, ഹിമ.
നേടിയെടുത്ത നിധിയുടെ വീതി ഇങ്ങനെയാണ്. ടീം മംഗലം ഡാം 200 പോയിന്റുകൾ, ടീം പാലക്കാട് ടൗൺ 240 പോയിന്റുകൾ, ടീം തച്ചമ്പാറ 180 പോയിന്റുകൾ. ചോദ്യം നിങ്ങൾ ചോദിച്ചു വാങ്ങണം, അതിന് വില കൊടുക്കണം. 3 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വാങ്ങാവുന്നത്. നിങ്ങൾക്ക് 2 സാധ്യതകൾ കൂടി തുറന്നിടുകയാണ്. ഒന്നാമത്തേത്, ആദ്യത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാമെന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ മത്സരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, നിർണായകമായ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ചോദ്യം വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി തരികയാണ്. ചോദ്യം നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാം, പകരം നിങ്ങളുടെ മുൻപിലുള്ള ബൗളിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ചോദ്യം ആ ടീമിന് തിരഞ്ഞെടുക്കാം. അതായിരിക്കും നിങ്ങളുടെ ചോദ്യം. വ്യക്തമാണോ? വ്യക്തമാണ്. തച്ചമ്പാറ, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. നിങ്ങളുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ഞങ്ങളാണ് ഏറ്റവും പുറകിലാണ്. പക്ഷെ അതൊരു പ്രശ്നമാണ്. ചെറിയ പോയിന്റുകളുടെ പുറകിലല്ലേ ഉള്ളൂ. അതെ. നിങ്ങൾക്ക് എല്ലാ ഉത്തരവും ശരിയാക്കാൻ കഴിയുകയും മറ്റ് ടീമുകൾക്ക് അത് കഴിയാതിരിക്കുകയും ചെയ്താൽ നിങ്ങളായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ശരിയല്ലേ? അതെ. എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് 2 സാധ്യതകൾ മുൻപിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാം, എന്നിട്ട് മറ്റ് ടീമുകളുടെ പോയിന്റുകൾ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് കയറാമല്ലോ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വില തന്ന് റിസ്ക് എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് റിസ്ക് എടുത്ത് നോക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതാണ് നിങ്ങളുടെ തീരുമാനം. ശരി, ആദ്യത്തെ ചോദ്യം തരൂ. ചോദ്യം: പുതിയത് പഴയതിൽ മറഞ്ഞിരിക്കുന്നു, പുതിയതിൽ പഴയത് വെളിവാകുന്നു. എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? പുതിയത് പഴയതിൽ മറഞ്ഞിരിക്കുന്നു, പുതിയതിൽ പഴയത് വെളിവാകുന്നു. എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ ഉത്തരം, വിശുദ്ധ ലിഖിതങ്ങളെ, നിങ്ങൾക്ക് ആ ഉത്തരം വിശദീകരിക്കാമെങ്കിൽ വിശദീകരിക്കാനുള്ള ഒരവസരം ഞാൻ തരികയാണ്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കുറിച്ചാണ് പറയുന്നത്. ശരിയാണ്. കാരണം ഞാൻ ആദ്യം അങ്ങനെ നിങ്ങളോട് പറയാൻ കാരണം, വിശുദ്ധ ലിഖിതം എന്ന് പറയാൻ എനിക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പഴയ നിയമം പുതിയ നിയമം വിശുദ്ധ ലിഖിതമല്ലേ എന്ന് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളത് ശരിയായി ചെയ്തു. എന്താണ് സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം? പുതിയത് പഴയതിൽ മറഞ്ഞിരിക്കുന്നു. അതായത് പുതിയ നിയമത്തിലെ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിഴൽ പോലെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന, നിഴൽ പോലെ മന്ന പഴയ നിയമത്തിലുണ്ട്. ഈശോയുടെ ബലി ഒരു നിഴൽ പോലെ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി പുതിയതിൽ പഴയത് വെളിവാകുന്നു. പുതിയ നിയമം വായിക്കുമ്പോൾ പഴയ നിയമം വെളിവായിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ പല സംഭവങ്ങൾ, ഉദാഹരണത്തിന് നോഹ വെള്ളത്തിലൂടെ ഒരു പേടകത്തിൽ ഉയർന്ന് രക്ഷപ്പെട്ട സംഭവം. പുതിയ നിയമത്തിലെ മാമോദീസയുടെ പ്രതീകമാണത്, ജലത്തിലൂടെയുള്ള രക്ഷയുടെ. അപ്പോൾ അതുകൊണ്ടാണ് പുതിയതിൽ പഴയത് വെളിവാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കുറിച്ചുള്ള പരാമർശമാണ്. ടീം തച്ചമ്പാറ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ആദ്യത്തേതങ്ങ് ശരിയായി. ഇനി എന്ത് ചെയ്യണമെന്നാണ് രണ്ടുപേരോട് കൂടി ആലോചിക്കുന്നത്, അല്ലേ? ആലോചിച്ചോ? നിങ്ങൾക്ക് ആരോടെങ്കിലും ആലോചിക്കണോ? എടുക്കാമെന്നാണ് അവർ കൂടെ പറഞ്ഞു. അങ്ങനെ എടുത്തോളം പറഞ്ഞു. നിങ്ങൾ എത്ര വിശ്വാസമാണ്? 40 പോയിന്റാണ് ഇപ്പോൾ പോയിട്ടുള്ളത്, അല്ലേ? സുരക്ഷിതമായൊരു സ്ഥലമായിരുന്നു. അവിടെ അങ്ങ് നിന്നാൽ പോരായിരുന്നു. പേടിയുണ്ടോ? ചെറുതായിട്ട്, ചെറിയ പേടിയുള്ളൂ. ചോദ്യം: എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു പുസ്തകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സുവിശേഷങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ടായിരിക്കുന്നത്? ഐ റിപ്പീറ്റ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു പുസ്തകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സുവിശേഷങ്ങൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ടായിരിക്കുന്നത്? ഉത്തരം അറിയാം.
സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും പ്രബോധനങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട്. ആ ഉത്തരം ശരിയെന്ന് പറയാനാവില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോലും, പ്രത്യേകിച്ച് ദൈവവർബും എന്ന ഡോക്യുമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലും ഉത്തരത്തിൻ്റെ കൃത്യതയുടെ പശ്ചാത്തലത്തിലും ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെയും ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോയുടെ രക്ഷാകര സംഭവങ്ങളും സുവിശേഷം. തൽക്കാലം അതിന് ഒരു പ്രത്യേക വാക്കിൻ്റെ അഭാവം കൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് തരാൻ നിർവാഹമില്ല. എനിക്കാകെ ചെയ്യാവുന്നത് നിങ്ങൾ തന്ന പോയിന്റുകൾ നിങ്ങൾക്ക് തിരികെ തരിക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ രക്ഷകനായ ഈശോയുടെ ജീവിതത്തെയും പ്രബോധനത്തെയും സംബന്ധിച്ച് പറയുന്നു എന്നാണ്, പഠിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുതന്നെയാണ് ലേഖനത്തിലും ചെയ്യുന്നത് അല്ലേ? പിന്നെ എന്താണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത? അവ ഈശോയുടെ വാക്കുകൾക്കും ജീവിതത്തിനും സാക്ഷ്യം നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ശരിയല്ലേ? അല്ലേ? പക്ഷേ അത് തെറ്റെന്ന് മനസാക്ഷിയോടുകൂടെ അങ്ങ് മുഴുവനായിട്ട് പറയാനും പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്ന പോയിന്റ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരിക. ഇപ്പോഴും നിങ്ങൾ പഴയ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? എടുക്കാമെന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായമില്ല. തൊട്ട് മുൻപത് ഉണ്ടായിരുന്നു, നിങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് മാത്രം. എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കാകെ സഹായത്തിനുള്ളത് മാറിയെടുക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. ചോദിക്കട്ടെ? തരൂ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുകയും മനുഷ്യരുടെ മധ്യേ വസിക്കുകയും ദൈവത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ വിശദമാക്കുകയും ചെയ്യുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്ന, മനുഷ്യരുടെ പക്കലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ, ആരെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്റിന്റെ പരാമർശം? നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുകയും മനുഷ്യരുടെ മധ്യേ വസിക്കുകയും ദൈവത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ വിശദമാക്കുകയും ചെയ്യുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്ന, മനുഷ്യരുടെ പക്കലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ, ആരെക്കുറിച്ചാണ് ഈ പരാമർശം? ഈശോയെക്കുറിച്ച്. ഉത്തരം ശരിയാണ്. അത് നിത്യവചനമാകുന്ന ഈശോയെക്കുറിച്ചാണ് ആ പരാമർശം. തച്ചമ്പാറ നിങ്ങൾ സ്വന്തമാക്കുകയാണ് ഗോൾഡൻ പോയിന്റ്സ്, 100 പോയിന്റുകൾ. തച്ചമ്പാറ, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി? സന്തോഷമായി. നിങ്ങൾ 1ാം സ്ഥാനത്താണോ ഇപ്പോൾ? അല്ലെങ്കിലും കുഴപ്പമില്ല. ഈ നിമിഷം 1ാം സ്ഥാനത്താണോ? ഈ നിമിഷം നിങ്ങൾ 1ാം സ്ഥാനത്താണ്. ഇനി 2 ടീമുകളും വി ക്വിറ്റ് എന്ന് പറഞ്ഞ് അവർ സ്വയം പിന്മാറുകയാണെങ്കിൽ നിങ്ങളായിരിക്കും 1ാം സ്ഥാനത്തിരിക്കുക അല്ലേ? അവർക്ക് തെറ്റിയാലും അത് തന്നെ സംഭവിക്കും. അവർ പിന്മാറുമോ നമുക്ക് ചോദിച്ചു നോക്കാം. അതിന് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചതിൽ സന്തോഷം. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു സന്തോഷം അല്ലേ? ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാൻ സാധിച്ചല്ലോ. അതെ, ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, അങ്ങനെയാണോ? അല്ല, എങ്ങാനും കിട്ടിയാലും വേണ്ട. അല്ല, കിട്ടിയാ വേണം. അങ്ങനെ വേണം. ശരി, നമുക്ക് അടുത്ത ടീമിന്റെ അടുത്തേക്ക് പോകാം. ടീം മംഗലം. എന്താണ് നിങ്ങളുടെ സ്ഥിതി? ഞങ്ങൾ 200 പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് എത്രാം സ്ഥാനത്തായിട്ട് ഇപ്പൊ നിൽക്കുന്നത്? ഇപ്പം 3ാം സ്ഥാനം. അപ്പം 3ാം സ്ഥാനത്താണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ എന്തായാലും എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 3 ഉത്തരവ് ശരിയായാൽ എന്തുണ്ടാവും? അവരെയും കൂടെ ആശ്രയിച്ചിരിക്കും. അവരുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് എത്ര ഉത്തരങ്ങൾ ശരിയാകണം നിങ്ങൾക്ക് 1ാം സ്ഥാനത്തെത്താൻ? 3 ശരിയായാൽ നല്ലതാണ്. 3 ശരിയായാൽ നല്ലതാണ്. 1-2 ശരിയായാലും നിങ്ങൾ ചിലപ്പോൾ 1ാം സ്ഥാനത്ത് എത്തുമെന്നാണ് തോന്നുന്നത് അല്ലേ? പക്ഷേ എങ്ങാനും പോയിന്റ് നഷ്ടപ്പെട്ടാലോ? പുറകോട്ട് പോകുമോ? നിങ്ങൾ ഉത്തരം എടുക്കുകയാണോ അതോ എടുക്കാതെ ഇരുന്നിട്ട് അവർക്ക് തെറ്റട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണോ? ഇല്ല, എടുക്കുന്നുണ്ട്. എടുക്കാൻ പോവുകയാണ്. എടുക്കും. തരൂ. മുപ്പത് പോയിന്റുകൾ കൈവിട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് പൂർവ്വപിതാക്കൾക്ക്
ദൈവം തന്നെ തന്നെ ആദ്യം മുതൽ വെളിപ്പെടുത്തിയത്? എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് പൂർവ്വപിതാക്കൾക്ക് ദൈവം തന്നെ തന്നെ ആദ്യം മുതൽ വെളിപ്പെടുത്തിയത്? പൂർവ്വപിതാക്കൾക്ക് രക്ഷയുടെ വാതിൽ തുറക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പൂർവ്വപിതാക്കൾക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. ഉത്തരം ശരിയാണ്. ടീം മംഗലം ഡാം. സ്വർഗീയ രക്ഷയുടെ കവാടം തുറക്കാൻ അഥവാ രക്ഷ നൽകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത്, മനുഷ്യാവതാരം ചെയ്തത്, ദൈവിക വെളിപ്പാടിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടത്. മംഗലം ഡാമിൽ ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മംഗലം ഡാം 60 പോയിന്റ് കിട്ടിയില്ലേ? ഇനി എന്താണ് ഉദ്ദേശം? ഒരുവിധം സേഫ് ഒക്കെ ആയില്ലേ? എടുക്കുന്നുണ്ട്. എടുക്കൂ. ആദ്യത്തേതുപോലെ എളുപ്പമായിരിക്കും അടുത്ത ചോദ്യം? അറിയില്ല, നോക്കണം. ചോദ്യം ഇതാ: തിരുസഭ വിശുദ്ധ ലിഖിതത്തെ എന്നും തൻ്റെ വിശ്വാസത്തിൻ്റെ സർവപ്രധാനമായ മാനദണ്ഡമായി കരുതിപ്പോകും. മറ്റൊന്നിനോടൊപ്പമാണ് വിശുദ്ധ ഗ്രന്ഥത്തെ അങ്ങനെ സർവപ്രധാന മാനദണ്ഡമായി കരുതിപ്പോന്നിരുന്നത്. ഏതാണ് ആ മറ്റൊന്ന്? വിശുദ്ധ പാരമ്പര്യത്തോടൊപ്പം. ടീം മംഗലം ഡാം ആലോചിച്ച് വേണ്ട ഉത്തരം പറയാം. പരസ്പരം ആലോചിക്കണ്ടേ? വേണ്ടേ? ഒരാളോട് അടുത്ത് നിൽക്കുന്ന ടീമിലെ അംഗത്തോടൊന്ന് ചോദിച്ചുകൂടെ? ഇല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഉപയോഗിച്ചുകൂടെ? രണ്ടാമത്തെ ചോദ്യമല്ലായിരുന്നു. ഈ നിർണായക നിമിഷത്തിൽ കിട്ടിയ 40 പോയിന്റ് നഷ്ടപ്പെട്ടാൽ എങ്ങനെയിരിക്കും? ബാക്കിലോട്ട് പോകും. അങ്ങനെ വരില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മംഗലം ഡാം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഉത്തരം പാരമ്പര്യം എന്ന് തന്നെയാണ്. ചെറുതായിട്ട് പേടിച്ചു പോയോ? ഇതിനിപ്പോ എത്ര പേടിക്കാതിരിക്കുന്നത്? 80 പോയിന്റിലേക്ക്. ഞാനാണിത് പഠിക്കാൻ ബാധ്യസ്ഥയായിരുന്ന ആളോ, എനിക്ക് കിട്ടിയില്ല. ശരി, അപ്പൊ 2 എണ്ണവും കിട്ടി. ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും അല്ലേ? ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആരോടെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ ആലോചിച്ചോളൂ. ചോദിച്ചു. എന്താണ് അവരുടെ അഭിപ്രായം? എടുക്കാനാണ് അവർ പറയുന്നത് അല്ലേ? എടുക്കാൻ പോവാണ് ആണോ? എടുക്കും. തരൂ. $50 പോയിന്റ് കൈവിട്ടിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം സ്വീകരിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: തിരുസഭാപരമായ എല്ലാ പ്രഘോഷണങ്ങളും ക്രൈസ്തവ വിശ്വാസം തന്നെയും എന്തിനാൽ പരിപോഷിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നാണ് കൗൺസിൽ മനസ്സിലാക്കുന്നത്? ആവർത്തിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. തിരുസഭാപരമായ എല്ലാ പ്രഘോഷണങ്ങളും ക്രൈസ്തവ വിശ്വാസം തന്നെയും എന്തിനാൽ പരിപോഷിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ലിഖിതങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുകയും. ഉറപ്പാണെങ്കിൽ ആ ഉത്തരം ശരിയാണ്. മംഗലം ഡാം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഗോൾഡൻ പോയിന്റ്സ്, 100 പോയിന്റുകൾ. മംഗലം ഡാം, ഇപ്പോഴെന്താണ് സ്ഥിതി? പറയാറായിട്ടില്ല. എന്നാലും ഒരാശ്വാസമുണ്ട്. പ്രതീക്ഷയ്ക്ക് എന്തോ വകയുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? ഇനി പാലക്കാട് ടൗൺ നിങ്ങളോട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത്. നമുക്ക് പോകാം. പാലക്കാട് ടൗൺ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി? ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ മറ്റൊന്നുണ്ട്. എന്താണത്? അവസരങ്ങൾ. 3 ചോദ്യങ്ങൾ. അവയുടെ സാമാന്യം നല്ല റേഞ്ചിലുള്ള പോയിന്റുകൾ നിങ്ങളുടെ മുൻപിലുണ്ട്. സൂക്ഷിച്ച് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റുമായിരിക്കും? അറിഞ്ഞുകൂടാ അല്ലേ? 1ാം സ്ഥാനത്ത് എത്താൻ പറ്റുമായിരിക്കുമോ? അറിഞ്ഞുകൂടാ, പറയാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞുകൂടാ. നമുക്ക് നോക്കാം അല്ലേ? പാലക്കാട് ടൗൺ എങ്ങനെയാണ്? ആദ്യത്തെ ചോദ്യം എടുക്കുന്നോ? എടുക്കും. നിങ്ങൾക്കുള്ള ചോദ്യം: അത്യുന്നതനായ ദൈവത്തിൻ്റെ ആവിഷ്കരണം മുഴുവൻ തന്നിൽ പൂർത്തിയാക്കിയ ഈശോനാഥൻ സുവിശേഷം സമഗ്രവും രക്ഷാകരവുമായ സത്യത്തിൻ്റെയും ധാർമ്മിക നടപടികളുടെയും മുഴുവൻ ഉറവിടമെന്ന നിലയിൽ എല്ലാവരോടും പ്രഘോഷിക്കാൻ ശ്ലീഹന്മാർക്ക് കൽപ്പന കൊടുത്തു.
അവരിൽ എന്തു ചൊരിഞ്ഞുകൊണ്ടാണ് ഈ കൽപ്പന കൊടുത്തത്? ആവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. ഉത്തരം ശരിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക ദാനങ്ങൾ അവരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടാണ് അവരോട് സുവിശേഷം പ്രഘോഷിക്കാൻ ആവശ്യപ്പെട്ടത്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്കുള്ളതാണ് 60 പോയിന്റുകൾ. ടൗൺ, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കും. എടുക്കാൻ പോവുകയാണ്. എങ്കിലെടുക്കും. നിങ്ങൾക്കുള്ള ചോദ്യം: നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തോട് സംസാരിക്കുന്നു. എപ്പോഴാണ് അവിടുത്തെ ശ്രവിക്കുന്നത്? ദൈവവചനം വായിക്കുമ്പോൾ അവിടുത്തെ ശ്രമിക്കുന്നു. ഉത്തരം ശരിയാണ്. ദൈവവചനം, ദൈവിക സന്ദേശം വായിക്കുമ്പോഴാണ് അവിടുത്തെ ശ്രവിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തോട് സംസാരിക്കുന്നു, വചനം വായിക്കുമ്പോൾ അവിടുത്തെ ശ്രവിക്കുന്നു. ഇത് രണ്ടും വേണം അല്ലേ? ഈശോയുടെ ദൈവത്തോട് സംസാരിക്കുകയും അവിടുത്തെ കേൾക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ബൈബിളും വായിക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടൗൺ, ഇനിയാണ് തീരുമാനം നിർണായകമാകാൻ പോകുന്നത് അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ 50 പോയിന്റ് എനിക്ക് തന്ന് ഉത്തരം തെറ്റാൻ വല്ലതും ഇടവന്നാൽ അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരുപക്ഷെ പുറകിലേക്ക് പോകാനിടയുണ്ട്. കിട്ടിയാൽ നിങ്ങൾ മുൻപിലേക്ക് കയറാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും ആലോചന ചോദിക്കാനുണ്ടോ? അവർ പറയുന്ന പോലെ ചെയ്യാനാണോ തീരുമാനം? അവർ പറയണ പോലെ ചെയ്തേക്കാന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ചോദ്യം എടുക്കാൻ പോകും. എടുക്കും. 50 പോയിന്റുകൾ വിട്ടു തന്നപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്താണാവോ? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണോ? നിങ്ങൾക്കുള്ള ചോദ്യം: ശ്ലൈഹിക പഠനങ്ങൾ ഇന്ന് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ പക്കലാണ്? കൃത്യമായി ഉത്തരം പറയാം. ശ്ലൈഹിക പഠനങ്ങൾ ഇന്ന് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ പക്കലാണ് എന്നാണ് കൗൺസിൽ ഡോക്യുമെന്റിൽ നിങ്ങൾ വായിച്ചത്? സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന്. സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന്. സജീവ പ്രബോധനാധികാരത്തിനാണ് ശ്ലൈഹിക പഠനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് ടീം പാലക്കാട് ടൗൺ, നിങ്ങളുടെ ഉത്തരം സഭയുടെ സജീവ പ്രബോധന അധികാരമെന്നായിരുന്നു. നിങ്ങളതിനെ വിശദീകരിച്ച് മെത്രാന്മാരെന്ന് പറയുകയും ചെയ്തു അല്ലേ? സത്യത്തിൽ ഈ പ്രബോധനാധികാരം അഥവാ മജിസ്തേരിയം അതിലാരാണുള്ളതെന്ന് ചോദിച്ചാൽ മെത്രാന്മാർ മാത്രമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ആ ഉത്തരം ശരി തന്നെയാണ്. ഡോക്യുമെൻറ്റിൽ മെത്രാന്മാരെന്നുള്ള പദം ആ പ്രത്യേക സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങളത് കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഒരു പരിഗണനാർഹമായ വിഷയമായി പരിഗണിച്ചുകൊണ്ട് ക്വിസ് മാസ്റ്ററുടെ സ്വാതന്ത്ര്യം കൂടി ഉപയോഗിച്ച് നിങ്ങളുടെ ശരി ഉത്തരത്തിന് പോയിന്റ് നൽകുകയാണ്. 100 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് പാലക്കാട്. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് മാത്രമല്ല, ഈ മത്സരം കൂടി ഇവിടെ പൂർണ്ണമാകുമ്പോൾ ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. $260 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം തച്ചമ്പാറ, 320 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം മംഗലഡാം, 360 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം പാലക്കാട് ടൗൺ. ഈ മത്സരം ഏറെ വാശിയേറിയ മത്സരമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു ടീമിന് മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ആരും പഠിക്കാതെ വന്നവരല്ല, നന്നായി പഠിച്ച് വന്നവരാണ്. അതുതന്നെയാണ് സ്വാഭാവികമായ ഒരു ക്വിസ് മാസ്റ്ററെയും ഈ മത്സരത്തെ തന്നെയും കുറച്ച് സംഘർഷഭരിതം ആക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരത്തിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവുമൊക്കെ ഉൾച്ചേർന്നിരിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ വാചകങ്ങളിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. പല ഘട്ടങ്ങളിലും കൃത്യതയുള്ള തീരുമാനം എടുക്കേണ്ടതായിട്ടൊക്കെ നമുക്ക് വരുന്നു. നിങ്ങൾ 3 ടീമുകളും നന്നായി പഠിച്ചു, നന്നായി മത്സരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അഭിനന്ദനാർഹമായ കാര്യം. നമുക്കറിയാം എപ്പോഴും ഒരു ടീമിനാണ് വിജയത്തിലേക്ക് പോകാൻ പറ്റുക അല്ലേ? അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആളുകളാണ് അമ്മമാർ. അങ്ങനെയാണ് നമ്മളിത് സ്വീകരിക്കുന്നത്
അല്ലേ? ഏതെങ്കിലും ഒരു ടീമിന് മാത്രമാണ് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു അനിവാര്യതയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് പൂർത്തിയാക്കുന്നത്. ടീം തച്ചമ്പാറ, ടീം മകൾഡ, നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടു കൂടെ യാത്രയാക്കുകയാണ്. അല്പം ഒരു വിഷമമൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഓർത്ത് സന്തോഷിക്കേണ്ട കാര്യം നിങ്ങൾ നന്നായി മത്സരിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഓരോ ചോദ്യവും എവിടെ നിന്നാണ് വരിക നമുക്കാർക്കും അറിഞ്ഞുകൂടാ, അല്ലേ? കുറച്ച് നമ്മുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ പോലും അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹത്തോടെ ഞങ്ങൾ യാത്രയാക്കുകയാണ്. വെറുതെ യാത്രയാക്കുകയല്ല, നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പങ്കെടുത്തതിൻ്റെ സന്തോഷത്തിൻ്റെ ഓർമ്മകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകളെ ജീവനുള്ളതാക്കുന്ന ചെറിയൊരു മെമൻറ്റോയും സമ്മാനവും തന്ന് ആണ് നിങ്ങളെ യാത്രയാക്കുന്നത്. പാലക്കാട് രൂപതയുടെ മാതൃവേദിയുടെ ഡയറക്ടർ വലിയ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്ങലച്ഛനും അച്ഛനെ സഹായിക്കുന്ന ആനിമേറ്റർ സിസ്റ്റർ ലിൻഡയും നമ്മുടെ കൂടെയുണ്ട്. സ്നേഹപൂർവ്വം നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. ടീം പാലക്കാട് ടൗണിനെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.